പലതരത്തിലുള്ള പെയിൻറ്റിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇങ്ങനെ ഒരു പെയിൻറ്റിങ് നിങ്ങൾ കണ്ടു കാണില്ല. അതായത് ഈ പായലിൻ്റെ പല ഭാഗങ്ങളും പെയിൻറ്റിങ് വരച്ച് കഴിയുന്ന സമയത്ത് പെയിൻറ്റിങ്ങിൻ്റെ പല മെയിനായിട്ടുള്ള ഭാഗങ്ങളായിട്ട് മാറും. അതായത് അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വരച്ചിട്ടുള്ള ആ ഒരു വീഡിയോ 50 മില്യൺ ആളുകളാട്ടോ ആ വീഡിയോ കണ്ടിട്ടുള്ളത്. എന്താണ് നോർമൽ ചോക്ക് തന്നെയല്ലേ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്? സാധാരണ ചോക്ക് അതിന് 2 രൂപയാണ്. മൊത്തം ചലഞ്ചാണ്. കാറ്റ് വീശും, മഴ പെയ്യും, പിന്നെ കാക്കയൊക്കെ ചിലപ്പോൾ തലയിൽ അപ്പിയിട്ടുമൊക്കെ വരും. അപ്പോൾ ഇത് ചുമരിൽ കാണുന്ന ആ പാശാറിന് നമ്മൾ ആദ്യം ചുരണ്ടി എടുക്കാം കേട്ടോ. ഈ ചുരണ്ടി എടുത്തതിന് ശേഷമാണ് ചോക്കൊക്കെ ഉപയോഗിച്ചിട്ട് വരച്ചുണ്ടാക്കാൻ പോകുന്നത്. അത് ആര് വരച്ചു, ആദ്യം ആര് വാങ്ങിച്ചു, അത് കഴിഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻ മൊത്തം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എത്രത്തോളം ആ പെയിൻറ്റിങ് സെല്ലായി പോകുന്നു അതിൻ്റെയൊക്കെ ഒരു 10% നമുക്ക് റെമ്യൂണറേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും വളരെയധികം ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു പിക്ചറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൻ്റെ ചുമരിൽ കണ്ടുവരുന്ന പായലാണിത്. അപ്പോൾ ഈ ഒരു പായലിനെ വളരെയധികം ക്രിയേറ്റീവായിട്ട് ഒരു ക്യാൻവാസ് ആക്കി മാറ്റുന്ന നമ്മുടെ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്താനായിട്ടാണ് ഗ്രീൻ മാംഗോ കസിൻസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് ഇരുന്ന് കാണണം. നല്ല രസമുള്ള കളർഫുൾ വീഡിയോ ആയിരിക്കും. ഞങ്ങളുടെ സ്വന്തം പാലക്കാട് ജില്ലയിൽ എവിടെ പായലുണ്ടെങ്കിലും അത് അന്വേഷിച്ച് നടക്കലാണ് ഇപ്പോൾ ഈ നമ്മുടെ സുഹൃത്തിൻ്റെ ജോലി. അപ്പോൾ ഇത് പാലക്കാട് ജില്ലയിലെ ചിറ്റിലഞ്ചേരി സ്വദേശി സൂരജ് എന്നാണ് ആളുടെ പേര്. ആളാണ് ഈ ചിത്രം നമുക്ക് വേണ്ടി വരയ്ക്കുന്നത്. ആളൊരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വൈറലായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, ഈ പറഞ്ഞ പോലെ പാശാറിൽ ഒരു ചിത്രം കൊത്തിയെടുക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കും ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യണം. കാരണം നമ്മളിത് ഈ കാണുന്ന ഇങ്ങനെയുള്ളൊരു പാശാറിൽ നിന്നാണ് ഒരു ഗംഭീരമായിട്ടുള്ള ചിത്രം ഇവിടെ ഉണ്ടാകാനായിട്ട് പോകുന്നത്. ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എങ്ങനെ എത്തിയത്? ശരിക്കും പറഞ്ഞ ഒരു മരണ വീട്ടിൽ പോയതാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ അടുത്തൊരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പായലുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ എൻ്റെ ബൈക്കിൻ്റെ ചാവി കൊണ്ട് ഇങ്ങനെ ഒന്ന് പോയി നോക്കിയപ്പോൾ സംഭവം കൊള്ളാമെന്ന് കണ്ടിട്ട് പിന്നെ മതിൽ വരച്ച് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള മതിൽ ചുമ്മാ വരച്ചാണ് കരിയൊക്കെ കൊണ്ട്. അപ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് അത് കയറി കൊളുത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ 2-3 കൂടെ ചെയ്യാം. അതായത് അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വരച്ചിട്ടുള്ള ആ ഒരു വീഡിയോ 50 മില്യൺ ആളുകളാട്ടോ ആ വീഡിയോ കണ്ടിട്ടുള്ളത്. ഇതിപ്പോൾ എന്തുപയോഗിച്ചിട്ടാണ് നമ്മൾ സ്കെച്ച് ചെയ്യാൻ പോകുന്നത്? നമ്മൾ സ്കെച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മളിത് കളർ ചെയ്യാൻ മാത്രം ചോക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. പിന്നെ ബാക്കി നമ്മൾ ഈ പായലിൻ്റെ കുറച്ച് പോർഷൻ നിലനിർത്തിക്കൊണ്ട് ഈ പെയിൻറ്റിങ് തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ സൂരജേട്ടൻ വർക്ക് തുടങ്ങി. പാസാറെല്ലാം ഈ കാണുന്ന ബ്ലേഡ് ഉപയോഗിച്ചാണ് ചുരണ്ടി കളഞ്ഞത്. ഇപ്പോൾ അടുത്തൊരു വാട്ടർ കളറിനൊന്നും അല്ല, വെറും ചോക്ക്. സാധാരണ നമ്മൾ സ്കൂളിലും ക്ലാസ്സിലേക്ക് ഉപയോഗിക്കുന്ന ചോക്കാണിത്. ഈ ചോക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ വരയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ വരൻ്റെ ഒരു മേൽഭാഗം തുടങ്ങിയിട്ടുണ്ട്. എന്താണ് നോർമൽ ചോക്ക് തന്നെയല്ലേ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്? സാധാരണ ചോക്ക് അതിന് 2 രൂപയാണ്. 2 രൂപയാണ് ചോക്കിന്. 4-5 കളർ ഉണ്ടാവും. ഒരു ബോക്സ് 20 രൂപ എന്തോ ആണ്. 4-5 കളർ ഉണ്ടാവും. ആ കളർ വെച്ചിട്ടാണ് നമ്മൾ മൊത്തം ചെയ്യുന്നത്. ഈ കോൺസെപ്റ്റിക്ക് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിത്തിങ് ക്യാൻ ബി യുവർ ക്യാൻവാസ് എന്നാണ് ഈ കോൺസെപ്റ്റിൻ്റെ പേര്. അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കും. ഇപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന പെയിൻറ്റ് ബ്രാൻഡ് ഏതാണ്, അതുപോലെ ഭയങ്കര പുറത്തുനിന്നുള്ള ബ്രാൻഡാണോ, ഞാൻ വരച്ച് തുടങ്ങണം എന്ന് എനിക്കുണ്ട്, അപ്പോൾ ഭയങ്കര പൈസയാവും, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ പെയിൻ്റ് ഉള്ളത് അതാണ് ബെസ്റ്റ് പെയിൻറ്റ്. നിങ്ങളുടെ കയ്യിൽ ഉള്ള സാധനം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അത് വെച്ച് അങ്ങോട്ട് ചെയ്ത് തുടങ്ങുക. അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാതിരിക്കുക, ഉള്ള സാധനം വെച്ച് അങ്ങ് അടിച്ചു വിടുക. അപ്പോൾ ഇതിപ്പോൾ എല്ലാവിടെയും മതിലും കരിയും കരിക്കട്ടയൊക്കെ എല്ലാവിടെയും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽസ് ഭയങ്കരമായിട്ട് ബോധർ ചെയ്യാതെ കിട്ടിയ സാധനം കൊണ്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാവുന്നൊരു കൺസെപ്റ്റ് ഒന്ന് കാണിക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ വേറൊരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സൂരജേട്ടൻ വർക്ക് തീരാറായി. ശരിക്കും ഇതിന് ഫൈനൽ വർക്കാണ്. ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, നിങ്ങളും കാത്തിരിക്കാമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എങ്ങാനും ഒരു സൂചന കിട്ടണമെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണം എന്താണെന്നുള്ളത്. അപ്പോൾ എത്ര വർഷമായി ഈ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ തൊട്ട് ഒരുപാട് കുട്ടിക്കാലം തൊട്ടേ തുടങ്ങി. പിന്നെ ഒരു 10-15 വർഷത്തിന് മേലെയായിട്ട് നമ്മൾ ലൈവായിട്ട് സ്ഥലങ്ങൾ വരയ്ക്കുന്നുണ്ട്. ട്രാവൽ ചെയ്തിട്ടുമൊക്കെ പല സ്ഥലങ്ങളും ലൈവായിട്ട് നേരിട്ട് വരയ്ക്കുന്ന പരിപാടി ചെയ്യുന്നുണ്ട്. പെൻസിൽ ഡ്രോയിങ് ആണോ അതോ വാട്ടർ കളറിംഗ് ആണോ? ഞാൻ എല്ലാം ചെയ്യലുണ്ട്. അധികവും വാട്ടർ കളറാണ് ചെയ്യുക. അതും ഒരു റീസൺ എന്ന് പറഞ്ഞാൽ വാട്ടർ കളർ അധികം ആൾക്കാർ ചെയ്യില്ല. ആ മീഡിയം ഭയങ്കരമായിട്ട് ഇങ്ങനെ പരക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടൊരു മീഡിയമാണ്. അപ്പോൾ അതിന് കൂടി ഒന്നുകൂടെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അധികവും ലൈവ് പെയിൻറ്റ് ചെയ്യുമ്പോൾ വാട്ടർ കളർ തന്നെയാണ് യൂസ് ചെയ്യൽ. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പല സ്ഥലങ്ങളിലും ലൈവായി നിന്ന് സ്കെച്ച് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് സൂരജ്. അപ്പോൾ സൂരജ്, നമ്മൾ ലൈവായിട്ട് സ്കെച്ച് ചെയ്യുമ്പോഴുള്ള ചലഞ്ച് എന്തൊക്കെയാണ്? ചലഞ്ച് എന്ന് വെച്ചാൽ ഇപ്പോൾ പൊതുവേ ഉള്ള ആർട്ടിസ്റ്റുകളൊക്കെ റൂമിനകത്തിരുന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേട്ട് ഭയങ്കര കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് യു ആർ പെയിൻറ്റിങ് എ ട്രീ, അതായത് ഒരു ഫോട്ടോ നോക്കിയിട്ട് ഇഫ് യു ആർ പെയിൻറ്റിങ് എ ട്രീ യു ആർ ജസ്റ്റ് പെയിൻറ്റിങ് എ ട്രീ. പക്ഷേ നമ്മൾ പുറത്ത് പോയിട്ട് വെൻ യു ആർ പെയിൻറ്റിങ് എ ട്രീ പറയുമ്പോൾ യു ആർ ആക്ച്വലി എക്സ്പീരിയൻസിങ് എ ട്രീ. അപ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ, അവിടുത്തെ ശബ്ദങ്ങൾ, അതൊക്കെ നമ്മളെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആ പെയിൻറ്റിങ്ങിന് സഹായിക്കും. അതാണ് എനിക്ക് അത് കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിട്ട് തോന്നി. പിന്നെ മൊത്തം ചലഞ്ചാണ്. കാറ്റ് വീശും, മഴ പെയ്യും, പിന്നെ കാക്കയൊക്കെ ചിലപ്പോൾ തലയിൽ അപ്പിയിട്ടുമൊക്കെ വരും. അങ്ങനെ കുറേ ചലഞ്ചുകൾ ഉണ്ടാവും. പിന്നെ ഓഡിയൻസിൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടുള്ള കാര്യമാണ്. ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല ക്യൂരിയസ് ആണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല. നീ എന്തിനാണ് വരയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മളെ പോലെ അവിടെ പുറത്ത് പോയിട്ട് വരയ്ക്കുമ്പോൾ നീ ഇപ്പോൾ വരച്ചിട്ട് എന്ത് ചെയ്യും,
അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ കുറച്ച് അഗെയിൻസ്റ്റാണ്, നമ്മൾ പുറത്ത് ആരും വീട്ടിൽ നിന്ന് വരച്ചുകൂടെ അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് പുതിയതായിട്ട് ഇപ്പോൾ ഈ NFT പോലുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് ഈ ആർട്ടിസ്റ്റുമാർക്ക് അവർക്കൊക്കെ എങ്ങനെ സപ്പോർട്ട് കിട്ടുന്നു? NFT ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അധികം ആൾക്കാർ അറിയാൻ തുടങ്ങിയെന്ന്. അപ്പോൾ NFT എന്ന് പറഞ്ഞാൽ നോൺ ഫഞ്ചിബിൾ ടോക്കൺ. അപ്പോൾ ന്യൂ ഏജ് വേ ഓഫ് ഓണർഷിപ്പ് എന്ന് പറയും. അപ്പോൾ ഞാൻ വരച്ചൊരു സാധനം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ US ഒരു പെയിൻറ്റിങ് അയച്ചു, അയാളുടെ കയ്യിൽ ആ പെയിൻറ്റിങ് കിട്ടി, ചിലപ്പോൾ അയാൾ അതിനേക്കാൾ ഒരുപാട് പൈസയ്ക്ക് വേറെ ആൾക്കത് വിൽക്കാം. അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ. ഇതിപ്പോൾ NFT ആയിട്ട് നമ്മൾ സെല് ചെയ്യുന്ന സമയത്ത് അത് ആര് വരച്ചു, ആദ്യം ആര് വാങ്ങിച്ചു, അത് കഴിഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻ മൊത്തം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എത്രത്തോളം ആ പെയിൻറ്റിങ് സെല്ലായി പോകുന്നു അതിൻ്റെയൊക്കെ ഒരു 10% നമുക്ക് റെമ്യൂണറേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആർട്ടിസ്റ്റ് അവിടെ പിക്ചറിൽ തന്നെ ഉണ്ടാവും ഇതിൻ്റെ എത്ര ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നാലും. പക്ഷേ ഇത് പലർക്കും NFT എന്ന് പറയുമ്പോൾ എന്തോ ഒരു സംഭവം എന്നറിയാം, പക്ഷേ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഇതിൻ്റെ പുറകിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. കാരണം നിങ്ങളൊരു ആർട്ടിസ്റ്റായിട്ട് ഒരു പിക്കെങ്കിലും നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും $3000 തരാം, നിങ്ങളുടെ പെയിൻറ്റിങ് തരുമോ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. അത് വമ്പൻ തട്ടിപ്പ് ഈ ആർട്ടിസ്റ്റുകളെ അവെയർ അല്ലാത്തതുകൊണ്ട് നടക്കുന്നുണ്ട്. അതല്ലാതെ NFT വളരെ സൂക്ഷിച്ച് പൈസയൊക്കെ കൈകാര്യം ചെയ്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല പരിപാടിയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും വളരെയധികം ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു പിക്ചറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ അതെ, ഇതാണ് ആ പിക്ചർ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ സൂരജ്, എന്താണ് ഇപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എടുക്കാൻ കാരണം? അല്ല, ഇതിനെപ്പറ്റി ഇപ്പോൾ നമുക്ക് അധികം പറയണ്ട, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കേരളം കണ്ടിട്ടുള്ള, രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു നാച്ചുറൽ കലാമിറ്റിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ ആൾക്കാരെ കൂടുതൽ ബോധവൽക്കരിക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു കൺസെപ്റ്റ് എടുക്കുന്നത്. അതായത് വയനാട് നടന്ന ആ ഒരു ദുരന്തം, മണ്ണിടിച്ചിലിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ തന്നെ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മതിലിൽ ആ ഒരു പാശാറിനെ ചുരണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പിക്ചർ ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ സൂരജ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുക. ഒരുപാട് ആളുകൾക്ക് സഹായം ആവശ്യമുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.